മകനെ ഞാൻ അച്ഛോ നിങ്ങളുടെ അനുഗ്രഹിക്കച്ചോ. അനുഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ കൂടിയാണ് നിന്റെ അച്ഛനായി ഞാൻ വന്നത്. എന്റെ മാത്രം അച്ഛനല്ല അച്ഛോ, ഈ ഇടവകയിലെ എല്ലാവരുടെ അച്ഛനാണ് അച്ഛോ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കച്ചോ, ഈ കൊച്ചിനെ അനുഗ്രഹിക്കച്ചോ. അച്ഛോ 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 പള്ളിയിലെ മണി കത്തിയച്ചോ. അച്ഛോ മണി വാച്ചോ. എടാ എപ്പോഴാ കല്യാണം? കല്യാണോ பொண்ணுங்க எப்பதான் திருமணம்? തിരുമണോ? എടാ എപ്പോഴാ കല്യാണം? എടാന്നോ? ഒരാൾക്ക് തിരുമണം, ഒരാൾ എടാന്ന്, പിന്നെ മകനെ എടാന്ന് വിളിച്ചൂടെ? இல்லையா இது என் மகன். என் மகன். What is this? അസംബന്ധം പറയരുത്. In these days of degenerating decencies, when diplomacy and duplicity fails, and this hemoglobins, when India, Mother India. Elena, take away daddy to his room. He's in a very critical position. Take him. Daddy, relax, daddy. എന്താ നോക്കിക്കണ പൊയ്ക്കൂടെ? കാശോടെ എന്നാ പേച്ച് കാശ് ഓടിയാമ റോഡ് വെക്കാൻ ഉങ്കല്ലേ വീഴും. എല്ലാം ബാക്ക് ആയില്ല. എനിക്ക് വിശ്വസിക്കാലോ. തീർച്ചയായും. ബോംബെയിലെത്തിയ ഞാൻ വിളിക്കാം. ഹായ്. ഓക്കെ, സീ യു. ബൈ ബൈ. ബൈ ബൈ. Your attention please. Indian Airlines announces the arrival of its flight number IC197 from Calcutta. Hi, Shyam. Hello, darling. Am I late? No, exactly on time. Come on. എപ്പം നോക്കിയാലും ഈ സ്ത്രീ ഇതേ നിൽപ്പാണല്ലോ. ഇവിടെ ജോലിയൊന്നും ചെയ്യാനില്ല. അതെ അതെ. ശ്യാം അനാവശ്യമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ഇവരിങ്ങനെ വഷളായിപ്പോയി. അത് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ചോദിച്ചാ കേട്ടില്ലേ? കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോന്ന്? ഉണ്ടാക്കിയാ ഉണ്ടാവും. ഉണ്ടാക്കി വെച്ചതൊക്കെ ഒരാൾ വിഴുങ്ങിട്ട് പോയില്ലേ? ആണോ? ആരാ ശ്യാം? ആള് ചുമ്മാ പറയുന്നല്ലേ. 60 കഴിഞ്ഞാ പിന്നെ അത്തം പിത്തോന്നല്ലേ. ഡിക്കമ്മായിക്ക് ഒരു 60 കഴിഞ്ഞാണോ അല്ലേ? 60 ആയാലും 70 ആയാലും പെരുമാറ്റം ശരിയല്ല. അല്ല, അത് ഈ പ്രത്യേക സഹജ. എനിക്ക് ബ്രെഡൊന്നും വേണ്ട കേട്ടോ. ഇതെന്താ ഇത്? ഇഷ്ടമുള്ള പേര് വിളിക്കാം. മട്ടൻ കൊണ്ടുണ്ടാക്കിയ കട്ട്ലേറ്റാ. അതാർക്കാ മട്ടൺ കട്ട്ലേറ്റ്? ഞാൻ കഴിക്കുന്ന ആഹാരം മാത്രമേ ശ്യാമും കഴിക്കാറുള്ളൂ. എനിക്കൊന്നും അറിഞ്ഞൂടാ. നമുക്ക് ഇഷ്ടമില്ലാത്ത ആഹാരമാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പിന്നെ ഞാന് ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അനിൽ. അവൻ ബോംബെന്ന് വന്നു, അവന് വേണ്ടി ഉണ്ടാക്കിയതാ. ആ ശ്യാം, ബോംബെന്ന് നിന്റെ കൂട്ടുകാരൻ അനിലിന്റെ ടെലിഗ്രാം വന്നിട്ടുണ്ട്. ടെലിഗ്രാം? അവനെ നാളത്തെ ഫ്ലൈറ്റിന് വരുന്നുണ്ടെന്ന്. അനിൽ വന്നു എന്ന് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞ അനില് ഈ കക്ഷിയല്ല. നാളെ ബോംബെന്ന് വരുന്ന കക്ഷിയാണ് എന്റെ യഥാർത്ഥ കക്ഷിയായ അനിൽ. അല്ല, അതേതാ വേറൊരു അനിൽ? വേറൊരു അനിൽ അതേതാ? ബോംബെയിൽ എനിക്ക് 7 സുഹൃത്തുക്കളുണ്ട്. എല്ലാവരുടെയും പേര് അല്ലെന്നാ. എല്ലാവരുടെയും പേര് അല്ലെന്നാ. ബോംബെയിലെ 7 സുഹൃത്തുക്കൾ. ഇടുത്തി വീഴുന്ന കണക്കാണല്ലോ വരവ്. ഇടുത്തി വീഴുന്ന ഞാൻ കണ്ടിട്ടില്ല. താൻ കണ്ട ഒരു വാരം ചെയ്യാൻ നോക്കൂ. അനില് വരുമ്പോഴേ ഇങ്ങനെ ടെലിഗ്രാം ഓഫീസിൽ വന്നിട്ടില്ലെന്ന് പറയാൻ നോക്കൂ. നിന്നോട് നാളെ എയർപോർട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ തന്ത പോവും. അയ്യോ, സാറിന് കള്ളം പറയാൻ വലിയ പ്രയാസമാണ്. യാതൊരു പ്രയാസവും ഇല്ല.
സന്തോഷമേ ഉള്ളൂ. സന്തോഷമേ ഉള്ളൂ. അപ്പൊ ഞാൻ വരട്ടെ. ശ്യാം, എന്റെ ഫ്ലൈറ്റിന്റെ സമയം മുഴുവൻ മാറാൻ പോവുക. അയ്യോ, എന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കുഴയല്ലോ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അല്ല, പിന്നെ എന്റെ ഈ ജോലി, പിന്നെ ഇന്ദുവിന്റെ ഫ്ലൈറ്റിന്റെ വരവ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിർത്തിയിരിക്കുകയാണ്. അതൊക്കെ കുഴയല്ലോ എന്ന്. ഈശ്വര, ഇത്ര പെട്ടെന്ന് കഷ്ടകാലം തുടങ്ങിയോ? എന്റെ അമ്മൂമ്മയുടെ ടെലഗ്രാം. കുട്ടി, കുട്ടി, ഒന്ന് നിന്നേ. ശ്രീകുട്ടി എന്നല്ലേ പേര്? അതെ. ശ്യാമിന്റെ അല്ലേ? അതെ. നമ്മളാരാ മനസ്സിലായില്ല. ഞാൻ OP ഒളശ, ശ്യാമിന്റെ ഒരു അടുത്ത സുഹൃത്താ. ശ്രീകുട്ടിയെ പറ്റി ശ്യാം ധാരാളം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടിയെ കണ്ട ഉടനെ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ തന്നെ എന്തുമാത്രം ശ്യാം എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ശ്യാമിനെ കാണാൻ പോവാണോ? ഏയ് അല്ല, കണ്ടിട്ട് ഒരുപാട് നാളായി. പുള്ളിക്കാരൻ ഇവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണല്ലോ താമസം. എവിടെ? ഇവിടെ നേരെ പോയി തിരിഞ്ഞാൽ ഉടനെ ഒരു ഫ്ലാറ്റില്ലേ, അതിന്റെ ടോപ്പ് ഫ്ലോറിൽ നമ്പർ 12-ലല്ലേ പുള്ളിക്കാരൻ. എന്നിട്ട് എന്നോട് താമസം മാറിയ കാര്യം പറഞ്ഞില്ലല്ലോ. ബിസിയാണേ, അതുകൊണ്ടാവും. ഇപ്പൊ ഇവിടെ കാണും. പോകുമ്പോ ഒന്ന് കണ്ടേച്ച് പോണം. ശരി, വരട്ടെ. കഥ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ചാടുന്നു. സത്യത്തിൽ ഇന്ദുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു. നമ്മുടെ ശ്രീകുട്ടി വരുന്ന ശ്രീ കുട്ടികൃഷ്ണൻ നായർ, നമ്മുടെ ഓഫീസിലെ പ്യൂൺ. അയാളെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നേ. ആരെ കണ്ടാലും രൂപ അടഞ്ഞു ചോദിക്കും. അതുകൊണ്ട് പലരും പുള്ളി ഒളിച്ചടക്കാം. 1-2 ദിവസമായി 1000 രൂപ എന്നോട് കടഞ്ഞു. അവനോട് അഡ്രസ് കൊടുത്താരണ. എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് ഒഴിച്ചു വിടാം, അല്ലെങ്കിൽ ഭയങ്കര ഉപദ്രവം. നീ വാ. ശ്രീകുട്ടിയോ? നല്ല ആളാ. വീട് മാറിയ വിവരം ഒന്ന് അറിയിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതായിപ്പോയോ? ചേട്ടൻ അറിയോ, ഞാൻ എത്ര ദിവസമായി എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? ശ്യാം ചേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ വിളിച്ചു വിളി? എല്ലാരും കേൾക്കട്ടെ. എന്റെ ഒരു കഷ്ടം എല്ലാരും അറിയട്ടെ. അറിഞ്ഞതിന്റെ ഇരട്ടി കഷ്ടാവും. എന്റെ ശ്രീകുട്ടി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ ഫ്ലാറ്റ് പെട്ടെന്ന് വിടേണ്ടി വന്നു. വേറൊന്ന് കിട്ടിയതുമല്ല. എന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്. ഞാൻ അവന്റെ കൂടെ തൽക്കാലം കഴിയാന്ന് വെച്ചു. ഞാൻ വേറൊരു ഫ്ലാറ്റ് നോക്കിക്കൊണ്ടിരിക്കാണ്. അത് കിട്ടിയാൽ ഉടനെ കല്യാണം. ശ്രീകുട്ടി, ഞാൻ ഹോസ്റ്റലിൽ വന്നുകൊണ്ടോളാം. വന്നേ പ്ലീസ്. കൂട്ടപ്പാ, ശ്രീകുട്ടിയെ കൊണ്ടുവിടെ. ചെല. യോ, ഹലോ, ശ്യാം ഹിയർ. ഞാനാണ് എലീന. ഫ്ലൈറ്റിന് എന്തോ തകരാറുള്ളത് കൊണ്ട് 3 മണിക്കൂർ ലേറ്റാണ്. ഞാൻ അങ്ങോട്ട് വരുന്നു. അയ്യോ, അത് വേണ്ട. അത്രയും നേരം കൂടെ ശ്യാമിന്റെ കൂടെ ഇരിക്കാലോ. എന്താ, ശ്യാമിന് സന്തോഷം തോന്നില്ലേ? പിന്നെ ഭയങ്കര സന്തോഷമല്ലേ. എന്നാലും പിന്നെ അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, അത്രയും സമയം കളയണ്ട. ഞാൻ അങ്ങോട്ട് വരുന്നു. ഞാൻ പിന്നെ പറയുന്നത് ബെലിന. ആരാ ശ്യാം? അത് പിന്നെ ഒരു ബന്ധുവാ. ബന്ധുന്ന് വെച്ചാ? ബന്ധു എന്ന് വെച്ചാല് പിന്നെ ഒരു അടുത്ത ബന്ധം. അടുത്ത ബന്ധു? അതെ, പിന്നെ ഒരു വകയിലൊരു ഫാദറായിട്ട് വരും. വകയിലൊരു ഫാദർ? ഫാദർ എന്ന് വെച്ചാൽ പിന്നെ അങ്കിള്, അമ്മാവൻ. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. എലീന ശ്യാം പറഞ്ഞല്ലോ, ഞാൻ കേട്ടു. എലീനെ? ഏത് എലീനെ? ഞാൻ കേട്ടല്ലോ. എലീന ഞാൻ പറഞ്ഞോ? പറഞ്ഞു. ഏലിയാസ്, പുള്ളിയുടെ പേരാ. അത് ക്രിസ്ത്യൻ. ഏലിയാസ് മേനോൻ. ഏലിയാസ് മേനോനോ? പുള്ളിയുടെ അച്ഛൻ ക്രിസ്ത്യാനിയും അമ്മ വേനത്തെയാ. മൈ ഗോഡ്, കേട്ടിട്ട് തന്നെ തല ചുറ്റുന്നു. അപ്പൊ അനുഭവിക്കുന്ന എന്റെ കാര്യമോ? എന്ത്? അല്ല, ഞാൻ എന്റെ ഒരു ടെൻഷന്റെ കാര്യം പറയായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ എന്നെ കാണണം പോലും. എയർപോർട്ട് വെയിറ്റ് ചെയ്യണമെന്ന്. ഞങ്ങളുടെ ഒരു കമ്പനിയിൽ ഷെയർ എടുക്കാൻ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. താങ്ക് യു. വിക്രമായി, 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 ബോംബെ ഫ്ലൈറ്റ് പോയിട്ടില്ല. ഏത് നിമിഷവും ഇവിടെ ലാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പോയി തടഞ്ഞോളാം. ഇനി എന്റെ കൈ വിട്ട് ഇവിടെ എങ്ങാനും വന്ന് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ കൽക്കട്ട ഫ്ലൈറ്റുമായിട്ട് കൂട്ടിമുട്ടി ക്രാഷ് ഉണ്ടാകും. പോയിക്കോളാം. ബോംബെ? എന്ത് പാടം.
passengers are requested not to accept any baggages or other articles from your property. Regarding this, सुरक्षा कारणों के लिए यात्रियों से निवेदन है कि वे अपने सहयात्रियों या अन्य व्यक्तियों से किसी प्रकार का सामान स्वीकार न करें। ऐसा करना उनके अपने और सुरक्षा के लिए खतरनाक साबित हो सकता है। ശ്യാം അറിയാ എലീന എലീന ഞാനിത് എവിടേക്ക് അന്വേഷിച്ചു. ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. Come on, let's have a tea. Come. ഓക്കെ. Hello. In the menu here? What? Yes, yes. At what time? 11:45. Okay. I will report before 10:30. Okay? Thank you. എനിക്ക് ഫുഡൊന്നും വേണ്ട, ഞാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ എലീനയുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് ഞാൻ പണ്ടങ്ങോ ചെയ്തൊരു പുണ്യം കൊണ്ടാണ്. മതി പ്രൈസ് ചെയ്തു. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോകുമെന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഒരു സ്വഭാവമാണ്. ഹലോ, നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു? നീ എന്നെ റിസീവ് ചെയ്യാൻ വരുമോ? ഞാൻ വിചാരിച്ചു കേട്ടോ. നീ അവിടെ എവിടെയെങ്കിലും ഇരിക്കുക, ഞാൻ അല്പം ബിസിയാണ്. ഹലോ, ഐ ആം അനിൽ. ഐ ആം എലീന. ഞാനും ശ്യാമും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം ജീവൻ ത്യജിക്കാൻ വരെ തയ്യാറാണ്. അത്രയ്ക്ക് വലിയ ക്ലോസ് ഒന്നും അല്ല. നീ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കോ? ഇരിക്കൂ. ഇരിക്കെ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. എനിക്കൊരു ഇന്റർനാഷണൽ അവാർഡ്. പിന്നെ എന്റെ ഭാവി വധു മിസ് എലീന. ഭാവി വധു. ഞങ്ങളുടെ വിവാഹം ഉടനെ തന്നെ നടക്കും. ഞങ്ങൾക്ക് ചില പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്രൈവസി ഇതേ നന്നായിരിക്കും. അതിനെന്താ, സംസാരിച്ചോളൂ. നമ്മൾ തമ്മിൽ ഒരു പ്രൈവറ്റ് കാര്യമില്ലെന്ന് എലീനയ്ക്കറിയാം. എലീനെ തെറ്റിദ്ധരിക്കുന്ന നീ പറഞ്ഞോ? നമ്മൾ തമ്മിൽ എത്രമാത്രം ക്ലോസ് ആണെന്ന് എലീനയ്ക്ക് ആദ്യം തന്നെ മനസ്സിലാക്കി. ഞാനൊന്ന് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വരാം. വീട്ടിലുണ്ടാവുമെന്നാ പറഞ്ഞിരുന്നത്. ഇതിനൊക്കെ എവിടെ ഒപ്പിച്ചറിയാ? കണ്ടാ കൊള്ളാവുന്ന ആണുങ്ങളെ പെമ്പിള്ളാര് നോക്കും. അതിന്റെ ഇട കയറി വന്ന് കൊളാക്കുന്ന വൃത്തിയോടെ ആട്ടോ. അല്ല, എന്റെ മോതിരവും വാച്ചും ഒക്കെ താഴെ പോയി. ഇന്ദു എന്താ ഇവിടെ? ഫ്ലൈറ്റ് ടൈം മാറ്റിയത് കൊണ്ട് പുതിയ ടൈം ഞാൻ ഓർത്തില്ല. ഇപ്പൊ അല്പം നേരത്തെയാണ്. ഐ ആം അനിൽ ഫ്രം ബോംബെ. ഇതെന്റെ ഭാവി വധുവായിരിക്കും. എങ്ങനെ മനസ്സിലായി? അല്ല, ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇവൻ എന്റെയും എനിക്ക് അവന്റെയും മനസ്സ് നല്ലപോലെ അറിയാം. ഇദ്ദേഹം അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമ്മുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ. Hostess flying to Calcutta, report immediately. എനിക്ക് പോവാൻ സമയമായി. Call from Miss Indu Menon. Sorry, Hostess flying to Calcutta, പുതിയ report ഷെഡ്യൂൾ immediately. ആയതുകൊണ്ട് കറക്റ്റ് സമയം പറയാൻ ഓർത്തില്ല. ഓക്കേ, സീ യു. ബൈ. നിന്റെ സമയം തെളിഞ്ഞിരിക്കുകയാളിയാ. മനുഷ്യർക്ക് ഈ ഭാഗ്യം വരുന്നേ അങ്ങനത്. പക്ഷെ ഇതുപോ എനിക്ക് പോകാൻ സമയമായി. സീ യു സൂൺ. ഓക്കേ, ഹാപ്പി ജേർണി. സമ്മതിച്ചു വന്നിരിക്കുന്നറിയാ. നിന്നെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. നമുക്ക് ഈ സെറ്റപ്പ് ഒന്ന് കൊഴിപ്പിച്ചെടുക്കണം. ഞാൻ എന്റെ കംപ്ലീറ്റ് ലഗേജുമായിട്ട് അളിയന്റെ വീട്ടിലോട്ട് വരാം. എന്നിട്ട് അവർ നമുക്ക് നിർത്തിന്ന് എടാ ഫ്രോഡ് പണി കാണിച്ച് ഒറ്റയ്ക്ക് ഞാൻ ബോംബെക്ക് പോയില്ലേ? അന്ന് അളിയനും മച്ചപ്പി ഒന്നും ഉണ്ടായിരുന്നില്ല. അതോടുകൂടി നിർത്തി. ഇനി നീയായി നിന്റെ പാടായി, ഞാനായി എന്റെ പാടായി. ഗുഡ് ബൈ. അളിയ അളിയന്റെ ബിൽ.